ബഹുരസമാണ് കുരുവട്ടൂരികളുടെ പ്രസംഗം. അത് നമ്മൾ ശരിക്കും ബോധ്യപ്പെടും. കഴിഞ്ഞ ദിവസം 2-3 ദിവസങ്ങളിലായിട്ട് വീഡിയോകളിലായിട്ട് ഈ കുരുവട്ടൂരി ഷെയ്ഖ് കോമാട്ടുചൽ അബ്ദുള്ള എന്ന് പറയുന്ന ഇയാളുടെ ഒരു പ്രസംഗം, അതിൽ ആ ആൾ പറയുകയുണ്ടായിരുന്നു ഖൽബുൽ മുഅ്മിൻ അർശുള്ള, ഇത് ഹദീസാണ് എന്നല്ല പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇങ്ങനെ ഒരു ഹദീസ് മുഹദ്ദിസീങ്ങൾ ആരും ഉദ്ധരിച്ചിട്ടില്ല, ഹദീസിൻ്റെ പണ്ഡിതന്മാർ ആരും തന്നെ ഉദ്ധരിച്ചിട്ടില്ല, ഞുണ്ടെങ്കിൽ തന്നെ സനദുമില്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല, ഹദീസ് ഉദ്ധരിച്ചിട്ടുമില്ല, മുഹദ്ദിസീങ്ങൾ ആരും ഉദ്ധരിച്ചിട്ടില്ല. അങ്ങനെ ഒരു കള്ള ഹദീസ്, മൗലുവായ ഹദീസിലില്ലാത്ത സംഗതി ഇങ്ങനെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ നിന്ന് തൗബ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാത്തൊരു കാര്യം, മൗലുവായ കള്ള ഹദീസ് റസൂലുള്ള പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ അതിൽ നിന്ന് തൗബ ചെയ്യണം. ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ആ ഭരണാധികാരി അയാളെ ശിക്ഷിക്കണം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് തനിച്ച ഹറാമാണ്, തെറ്റാണ് എന്ന് അൽ അജീബത്തുൽ അജീബ അനിൽ അസ്ഇലത്തുൽ ഖരീബ എന്ന് സൈദ് മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. മാത്രവുമല്ല ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഓർത്ത് ഫത്താവൽ ഹദീസിലും തന്നെ ഈ കാര്യം പറയുന്നുണ്ട് താനും. അപ്പോൾ ഖൽബുൽ മുഅ്മിനി എന്നുള്ളത് അർശുള്ള എന്നത് ഹദീസല്ല. ഇമാം സഖാനി റളിയല്ലാഹു അൻഹു ഹിജ്റ 650 വഫാത്തായ മഹാനവറുകളുടെ അൽ മൗലുവാത്ത് എന്ന് പറയുന്ന ഹദീസ് തന്നെ കിതാബ് തന്നെ കാണാൻ കഴിയും. അതൊക്കെ നമ്മൾ ആധികാരികമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിന് ശേഷം നൗഷാദ് ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തിയപ്പോൾ നമ്മൾ അതിന് മറുപടിയും കൊടുത്തിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് നൗഷാദ് ഉരുണ്ട് മാറുകയാണ്. ഇത് കേൾക്കാം, എന്നിട്ട് കുറേ കിതാബും പറയുന്നു, അതിനൊക്കെ മറുപടി നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഖൽബുൽ, നമ്മളെ വിഷയം ഇതാണ്, ഖൽബുൽ മുഅ്മിൻ അർശുള്ള എന്ന് കോമാട്ടുചാൽ അബ്ദുള്ള എന്ന ഇവരുടെ ഷെയ്ഖ് പറഞ്ഞത് റസൂലുള്ള പറഞ്ഞു എന്നാ. അങ്ങനെ ഖൽബുൽ മുഅ്മിൻ അർശുള്ള എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്നാ. അയാളുടെ പ്രസംഗത്തിൽ ഇത് ഹദീസ് ലഈഫാണ് എന്ന് അറിയിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ഹദീസില്ലേ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇയാൾ പറഞ്ഞത് തിരിച്ചാണ്. അതിന് വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്താണ്. ഇപ്പോൾ നൗഷാദ് പറയുന്ന പ്രസംഗം കേൾക്കുക, എന്നിട്ട് ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. അപ്പോൾ ഇത് വലിയൊരു അബദ്ധത്തിലാണ് ഇപ്പം നിങ്ങളുള്ളത്. നിങ്ങൾ മശായിഖിനൊക്കെ പിന്നെ പഠിപ്പിക്കുക പോലിങ്ങനെ നോക്കുക, ഷെയ്ഖുന പറയുന്ന വല്ലതിലും വല്ല കുഴപ്പമുണ്ടോ? ഷെയ്ഖുന പറയുന്ന വാക്കൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അവിടുത്തെ കൂടെ സഹവസിക്കെങ്കിലും വേണം. പറയണ്ടല്ലോ, സഹവസിച്ചാൽ അവസ്ഥ കൂടെയുള്ള ആൾക്കാരെ അവസ്ഥ ഇതാണ്, തെറികൾ മാത്രമേ ഉള്ളൂ. ഇവരെ പ്രസംഗ ഫോട്ടോ ഫുൾ തെറിയാണ്. ഈ കുഞ്ഞഹമ്മദ് എന്താ തൊഴിയൂരെന്ന് പറയുന്ന ഒരാളുണ്ട്, ഇവരെ പ്രസംഗ തെറി അല്ലാണ്ട് പറയില്ല, വെറും തെറി മാത്രമാണ്. പൊതുജനം വിലയിരുത്തിയിട്ട് പലരും പറയാൻ തുടങ്ങി ചെങ്ങായി പൊതുവെ തെറിയാണ്. ഇപ്പം ഇവരെ കൂടെ കിടക്കുന്നവർക്ക് രാപ്പനിയർ എന്ന് പറഞ്ഞ പോലെ ഇതാണ് ഇവരുടെ അവസ്ഥ, ഫുൾ തെറി. ഇവരുടെ ഷെയ്ഖിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ് ഈ തൊഴിയൂരെന്ന് പറഞ്ഞ ആൾ, പൂരത്തെറി. ഇവരെല്ലാവരും രംഗത്ത് വന്നു. അങ്ങനെ ഒരു ഹദീസോ അങ്ങനെ ഒരു ഹദീസ് എവിടെയും പറഞ്ഞിട്ടില്ല, കള്ളത്തരം പറഞ്ഞതാണ്. എൻ്റെ പൊന്നാര ചങ്ങാതിയെ, അത് മനസ്സിലാക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പച്ച കളവണ ചങ്ങായി പറഞ്ഞത്. ഇവൻ ആരാണ്? സോഹിബുൽ വക്താണ്, മശായിഖാണ്, ആനയാണ്, തോട്ടിയാണ്, വിലായത്തുള്ള വലിയ ആളാന്നല്ല പറഞ്ഞു, വിലായത്തുണ്ട് വരെന്നല്ല പറഞ്ഞത്. ഇങ്ങനെ വലിയ ഒരാൾ, മാരിഫത്തുള്ള ഒരാൾ റസൂലുള്ളാഹിൻ്റെ പേരിൽ കളവ് അറിയേ, ഇതാണ് വിഷയം. അദൃശ്യജ്ഞാനിയാണ്, ഇൽഹാമുള്ള ആളാണ്, ഗൈബ് അറിയുന്ന ആളാണ്, സോഹിബുൽ വക്താണ്, ആനയാണ്, തോട്ടിയാണ് പറയുന്ന നിൻ്റെ ഷെയ്ഖാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പച്ചക്കളവ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്, അല്ലെ വെറുതെ ചോദ്യം പേരല്ല. അല്ലെങ്കിൽ പ്രസംഗത്തിൽ അയാളിങ്ങനെ ഹദീസിലിങ്ങനെ കാണാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളാരും ചോദ്യം ചെയ്യാൻ വരില്ലായിരുന്നു. റസൂലുള്ള പറഞ്ഞു എന്നാണ് പറയുന്നത്.
റസൂല പറഞ്ഞു പച്ചക്കളവല്ലേ, ഇയാൾ വലിയ ആനല്ലേ, തോട്ടിയല്ലേ, സ്വഹിഭക്തല്ലേ, കിതാബ് കയറി കാണാതെ പറയാൻ പാടില്ലല്ലോ. അതിൻ്റെ ഒരു തെളിവും പറഞ്ഞു. പിന്നെ നമ്മൾ പല ആളുകളും ഇങ്ങനെ ഇറങ്ങി വരും, അവരുടെ ലക്ഷ്യം അവരുടെ ചാനൽ നന്നാക്കലാണ്. എന്നിട്ട് നമ്മൾ ഓൻ്റെ ക്ലിപ്പ് വന്നിട്ടിട്ട് ഓന് ചാനൽ നമ്മൾ പറഞ്ഞാലാണോ ചാനൽ റീച്ച് കിട്ടുക. റീച്ച് കിട്ടണമെങ്കിൽ കുരുവട്ടൂരെന്ന് പ്രയോഗിക്കണം എന്നാണ്. അതിന് വേണ്ടി മാത്രം നടക്കുന്ന നമ്മൾ കേൾക്കാനേ പോകലില്ല. ഇന്ന് ഞാൻ വരുമ്പോൾ ഒരു മുസ്ലിയാർ എന്നെ വിളിച്ചു പറഞ്ഞു, ആ ഹദീസിനെ കുറിച്ച് പിന്നീട് പറഞ്ഞിട്ട് നിങ്ങളൊന്നും പ്രതികരിച്ചില്ല, ഏതൊക്കെ കിതാബിലാണെന്നോ അതിൻ്റെ ലഫ്ളുകൾ പറഞ്ഞില്ല എന്നൊരു മുസ്ലിയാരി വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനതിൻ്റെ ഒരു 10 കിതാബുകൾ ഇന്ന് പറഞ്ഞു കൊടുക്കാം, നോക്കട്ടെ അവരൊക്കെ ഒന്ന്. ഷെയ്ഖുന പറഞ്ഞ അതേ വാചകത്തിൽ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എവിടുന്ന് കിട്ടാത്ത കിതാബ് ഒന്നല്ല. വേഗം പറഞ്ഞു പോവാ. ഒന്ന് അതിരിക്കട്ടെ, ഇപ്പം പറയുന്നത് ഞാൻ തന്നെ കുറേ അതിൻ്റെ പൊട്ടത്തരങ്ങൾ സഫാഹത്തുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ, ഒന്നും തൊടൂല. എന്നിട്ട് പേര് പറയാതെ അവിടെയും ഇവിടെയൊക്കെ തുറയും, ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടോ ഇവൻ തന്നെ പറയും ആരും മറുപടി പറയുന്നില്ല എന്ന് ഇവൻ തന്നെ പറയും ചെയ്യും. മറുപടി പറഞ്ഞാലാണെങ്കിലോ ഇതാണ് അവസ്ഥ. എൻ്റെ ഒരു വിഷയം തന്നെ തൊടാൻ നൗഷാദ് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നൗഷാദിൻ്റെ പ്രസംഗങ്ങളിലെ സഫാഹത്തുകൾ വിഡ്ഢിത്തരങ്ങൾ പലതും നമ്മൾ പൊക്കിയിട്ടുണ്ട്, പലതും കാണിച്ചിട്ടുണ്ട്. ഇതുവരെ തൊടാത്ത വിഷയങ്ങളുണ്ട്, തൊട്ടിട്ടില്ല, തൊടാൻ കഴിയൂല. കാരണം പ്രാമാണികമായിട്ട് കിതാബ് വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, വെറുതെ പറയുന്നതല്ല, വെറുതെ വിടുവായത്തും പറയുന്നതല്ല. എന്നിട്ട് റീച്ച് കിട്ടാൻ വേണ്ടി പറയാം. അപ്പോൾ ഇവനക്ക് മറുപടി പറയുകയാണെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടി പറയുകയാണെന്ന് പറയും. ഇനി മറുപടി പറഞ്ഞാൽ എന്താ പറയാത്തത്, മറുപടി ഉണ്ടോ? പിന്നെ എന്തിനാ ചെങ്ങായി വെറുതെ ഇങ്ങനെ ഗീർവാണ പ്രസംഗം നടത്തുന്നത്? മാന്യമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ കിതാബ് വെച്ച് സംസാരിക്കല്ലേ, എന്തിനാ ഇത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാന്നാ? അപ്പോൾ നീ നടത്തുന്ന പ്രസംഗം എന്തിനു വേണ്ടിയിട്ടാണ്? റീച്ച് കിട്ടാനാ ചോദിച്ചൂടെ? അപ്പോൾ ഉത്തരം മുട്ടിയാൽ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, കൊഞ്ഞനം കുത്തെന്ന് പറഞ്ഞ മാതിരി. ഇനി ഇൻഷാ അല്ലാഹ് ഇനി കുറേ കിതാബ് ഉദ്ധരിക്കും, ആ കിതാബിലൊക്കെ നമ്മൾ പറയാം, ആ കിതാബ് മറുപടി വരും ഇൻഷാ അല്ലാഹ്. വരട്ടെ, ആ കിതാബ് ശ്രദ്ധിക്കണം നിങ്ങൾ എന്താണ് പറയുന്നുള്ളതൊക്കെ. ഏതെങ്കിലും കിതാബ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് നോക്കാം. ഓരോന്ന് പറയട്ടെ, കിതാബ് പറയട്ടെ, മറുപടിയും പറയും. ഇതിന് മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇസ്മായിൽ ഹഖി മുഹദ്ദിസാണോ? എൻ്റെ ചോദ്യം അതാണ്, മുഹദ്ദിസിൽ പെട്ട ആളാണോ? ഖൽബുൽ മുഅ്മിൻ അർഷുല്ലാ എന്നുള്ളത് ഒരു ഹദീസ് കിതാബിൽ ഉദ്ധരിക്കാനായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ആധികാരികമായിട്ട് പറയട്ടെ, കിതാബ് ഹദീസ് കൊണ്ടുവരട്ടെ, ഹദീസിലുള്ള സംഗതിയല്ല. ഇനി തഫ്സീറിൻ്റെ കിതാബുകളിലെ മറ്റു കിതാബുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരും പറഞ്ഞിട്ട് എന്താണ് വഫിൽ ഹദീസി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ മുഹദ്ദീസീങ്ങളാണോ? ഇവരൊക്കെ ആധികാരികമായി ഇവരുടെ കിതാബുകളിൽ പ്രത്യേകിച്ച് സനദോട് കൂടെയാണോ കൊണ്ടുവന്നത്? സനദാണ് ലോയിഫായ ഹദീസാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു, ലോയിഫായ ഹദീസാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെ ലോയിഫായ ഹദീസോട് കൂടെയാണ് ഇവരൊക്കെ കൊണ്ടുവന്നത്? അല്ല, ഇവരങ്ങ് പറഞ്ഞിട്ടില്ല. ഇനി അതിന് ഇൻഷാ അല്ലാഹ് പിന്നെ വേറെ മറുപടി ഉണ്ട്, പറയാം. അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ്, 2 കിതാബുകൾ പറയാം. അൽ കമാലാത്തുൽ ഇലാഹിയ എന്ന കിതാബ്, അതിൻ്റെ ഇബാറത്ത് ഇങ്ങനെയാണ്: വഖദ് ഖാല അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. അതേ ഇബാറത്ത് അൽ ഇൻസാനുൽ കാമിലിൽ കാണാം. ഖാല അലൈഹിസ്സലാത്തു വസ്സലാം, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. മശായിഖ് ഹദീസ് പറയുമ്പോൾ പലപ്പോഴും അത് ഹബീബിൽ നിന്ന് തന്നെ അവർ നേരിട്ട് കേട്ടതാവും. അതാണ് അവർ ആ ഹദീസ് ഉദ്ധരിക്കുന്നത് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 3 കിതാബുകൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇമാം അബ്ദുൽ കരീം ജീലി തങ്ങളുടെ അൽ കമാലാത്തുൽ ഇലാഹിയ അതുപോലെ തന്നെ ആ കിതാബിൽ ഉണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. വീണ്ടും ചോദിക്കുന്നു, മുഹദ്ദിസാണോ ഇമാം അബ്ദുൽ കരീം ജീലി തങ്ങൾ? മുഹദ്ദിസാണോ? എൻ്റെ ചോദ്യം ഇതല്ലേ, ഇങ്ങനൊരു ഹദീസ് ഉണ്ടോന്നാ. അങ്ങനെ ഹദീസ് ഉണ്ടെങ്കിൽ അത് സനദോട് കൂടെ കൊണ്ടുവരേണ്ടത്. അന്ന് അങ്ങനെ സനദോട് കൂടെയാണോ അൽ കമാലാത്തുൽ ഇലാഹി എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ജീലി തങ്ങൾ കൊണ്ടത്? ആ ഇബാറത്ത് നമ്മൾ കണ്ടിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ ഞാനും കാണിച്ചു തരാം. ആ ഇബാറത്ത് അങ്ങനെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അവിടെ എവിടെയും സനദ് കൊണ്ടുവന്നിട്ടില്ല. ഇവരൊക്കെ മുഹദ്ദിസീങ്ങളാണോ? ഇവരൊക്കെ സനദോട് കൂടെയാണോ കൊണ്ടുവന്നത്? മുഹദ്ദിസീങ്ങളിൽ പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ തസവൂഫിൻ്റെ പണ്ഡിതന്മാരല്ലേ? ഇവരൊക്കെ കൊണ്ടുവന്നത് മുഹദ്ദിസീങ്ങളാണോ? ഇല്ല.
ഇനി ഇവിടെ വേറൊരു തട്ടിപ്പ് നടത്തിയിട്ട് പ്രസംഗത്തിൻ്റെ ഇടയിൽ അതെന്താണ്, മഹാന്മാർ ഒരു ഹദീസ് കൊണ്ടുവരാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കേട്ടതായിരിക്കും. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി വേറെ വീഡിയോ ചെയ്യാനുണ്ട്, അത് കൃത്യം നീണ്ട വീഡിയോ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി പറയാം. കുറേ തട്ടിപ്പ് ഈ കള്ള ആളുകൾ പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിനെപ്പറ്റിയൊരു വീഡിയോ അടുത്തതിൽ ഇൻഷാ അല്ലാഹ് കൃത്യമായി വേറെ പറയാം, ഇൻഷാ അല്ലാഹ് പറയാം. ഇനി അവിടെ ഒന്നുകൂടി പറയാം. മഹാനരായ മുഹിയുദ്ദീൻ ഇബ്നുൽ അറബി തങ്ങളുടെ ഗ്രന്ഥം തഫ്സീർ, അവർ പറഞ്ഞത് കമാ വറദ ഫിൽ ഹദീസി ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. അല്ലാഹ് ഇത് ആരാത് പറയാത്തത്, ആരോടാ അത് പറയേണ്ടത്? ഇനി ആ ആശയം മറ്റ് ഹദീസുകളുടെയും വന്നിട്ടുണ്ട്. നേരെ ഖൽബുൽ മുഅ്മിനി അർശു. ഇനി അടുത്തൊരു തട്ടിപ്പും കൂടെ ശ്രദ്ധിച്ചോളി. നമ്മൾ വിഷയം എന്താ, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ് എന്നത് ഹദീസല്ലാന്നാ. ഇനി അതേ ആശയം അറിയിക്കുന്ന വേറെ ചില ഹദീസുകളുണ്ട്, അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല. ചില വാദങ്ങൾ ലാ യസഉ എന്ന് പറയുന്ന ഹദീസൊക്കെ ഉണ്ട്. ഇനി അതിലേക്ക് കിടക്കുന്നത് വിഷയം മാറുക, വേറെ വിഷയത്തിലേക്ക് എത്താം. അപ്പോൾ അതിനെ അറിയിക്കുന്ന വേറെ ഹദീസുണ്ട്, അതുപോലെ അർത്ഥമല്ല അതിന് സമാനമായ അർത്ഥമുള്ള വേറെ ഹദീസുകളുണ്ട്. അതൊന്നുമില്ല നമ്മൾ പറയുന്നില്ല, അതുള്ളത് തന്നെയാണ്. പക്ഷെ അതല്ല പറയുന്നത് ഏതാണ്, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ് എന്ന ഹദീസില്ല, അങ്ങനെ റസൂൽ പറഞ്ഞിട്ടില്ല. ഇതാണ് വിഷയം. ഇന്നിട്ട് നേരെ പ്ലേറ്റ് മാറ്റിടുക, മറിച്ചിടുക. കണ്ടോളി. വേറെ ഒരു ഹദീസിൽ വന്നത് ഇങ്ങനെയാണ്, അപ്പൊ എന്താ വേറെ വിഷയം മാറ്റിയാണ്, വേറെ വിഷയം വേറെ ഹദീസിലേക്ക് കിടക്കാണ്. നമ്മളെ വിഷയം ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ് എന്നുള്ളതാണ്. അത് അങ്ങനെ ശൈഖ് പറഞ്ഞതാണ് വിഷയം, അതാണ് വിഷയം. ഈ വേറെ പ്ലേറ്റ് മാറ്റി. ഇതിനാണ് ഉഡായിപ്പ്, ഉഡായിപ്പിന്റെ ഉസ്താദ്. കേട്ടോളി അടുത്ത ഉഡായിപ്പ് തന്നെ. എന്നാലേ കേൾക്കണങ്ങളെ, ഞാൻ ഇവിടെ കാണിച്ചരാം. ബഹുമാനപ്പെട്ട മുല്ല അലി ഖാരി റളിയല്ലാഹു അൻഹു, നമ്മളെ വിഷയം ലാ യസഉനി എന്നുള്ള വിഷയമല്ല, ഹദീസല്ല, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. ഇതാണ് വിഷയം മാറ്റിയാണ് ബൻ നൗഷാദ്, വിഷയം മാറ്റി കണ്ടില്ല നിങ്ങൾ. ഇനി ബഹുമാനപ്പെട്ട ഈ ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ് എന്ന ആ വാചകം കൊണ്ടുവന്നിട്ട് മുല്ല അലി ഖാരി റളിയല്ലാഹുവിന് പറയുന്നത് എന്താ, വലിദാ ഖീലാന്ന. ശരിക്ക് കാണിച്ചുതരാം. വലിദാ ഖീലാന്ന, വലിദാ ഖീല പറയപ്പെട്ടു. അവിടെ വലിദ വഫിൽ ഹദീസി എന്നല്ല മഹാൻ അവർ കൊണ്ടുവന്നത്, കമാ വറദ ഫിൽ ഹദീസി എന്നല്ല, കമാ ഫിൽ ഖബരി എന്നല്ല, കമാ കാല റസൂലുള്ളാഹി എന്നല്ല, വലിദ ഖീല എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ് എന്നുള്ളത് വാസ്തവത്തിൽ ഹദീസല്ല. ചില സൂഫിയാക്കന്മാർ, ചില മഹാരഥന്മാർ അവരുടെ വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസേ അല്ല. ഇമാം സൊഗാനിയും ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് ഹദീസല്ല എന്ന്. ഒരുപാട് പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഹദീസേ അല്ല. മാറ്റാൻ ഭയങ്കര ഉഷാറാ. നമ്മളെ വിഷയം ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ് എന്നത് ഹദീസിലില്ല, അങ്ങനെ ഒരു ഹദീസില്ല എന്നുള്ളതാണ്. എന്നാൽ വേറെ ചില ഹദീസുകൾ ഇതിന് അർത്ഥം അറിയിക്കുന്ന വേറെ ഉണ്ട്, അതൊന്നും നമ്മൾ പറയുന്നില്ല, അതൊന്നും നമ്മൾ വിഷയമല്ല, അതിലേക്കും പറഞ്ഞിട്ടില്ല, നമ്മൾ അതിനെ എതിർത്തിട്ടില്ല. ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ് എന്നത് ഹദീസല്ല, അങ്ങനെ ഒരു ഹദീസുമില്ല എന്നാണ്. വാസ്തവത്തിൽ ഇത് സൂഫിയാക്കന്മാർ പറഞ്ഞ വാചകമാണ്, ചില മഹാരഥന്മാർ പറഞ്ഞ വാക്കാണ്. അത്രയേ ഉള്ളൂ നൗഷാദേ. അപ്പോൾ നൗഷാദ് വിഷയത്തിൽ കുടുങ്ങിയപ്പോൾ വിഷയം മാറ്റുകയാണ്. വിഷയം മാറ്റുകയാണ് വാസ്തവത്തിൽ നൗഷാദ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്, നൗഷാദ് നിൻ്റെ ഷെയ്ഖ് തനിച്ച കള്ളനാണ്, ഹദീസ് പഠിച്ചിട്ടില്ല, അയാൾക്കൊരു വിവരവുമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പച്ചക്കളവാണ് അയാൾ പറഞ്ഞത്. അതാണ് നമ്മൾ സ്ഥിരപ്പെടുത്തിയതും, അതും അങ്ങനെ തന്നെയാണുള്ളത്. എന്നിട്ടോ നേരെ വിഷയം മാറ്റുക. അതല്ല ഇപ്പം ഉണ്ടായത് എൻ്റെ സഹോദരന്മാരെ. ഇതാണ് ഇവരുടെ ഉഡായിപ്പ്. ഇതൊക്കെ ഉഡായിപ്പിൻ്റെ ഉസ്താദാണ്. ഇപ്പോൾ വാസ്തവത്തിൽ ഇവിടെ പെട്ടപ്പോൾ നേരെ പ്ലേറ്റ് മാറ്റിയിട്ടതാണ്. ഇപ്പോൾ ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ് എന്നൊരു ഹദീസ് ഇല്ല. അങ്ങനെ ഹദീസ് ഇല്ല എന്ന് മാത്രമല്ല, ചില കിതാബുകൾ, ഇതൊക്കെ തസൗഫിൻ്റെ കിതാബുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ മുഹദ്ദിസിൻ ആരും ഉദ്ധരിച്ചിട്ടുണ്ടോ?
മുഹദ്ദിസീങ്ങൾ ആരെങ്കിലും അത് സനദോടുകൂടി ലോയിഫ് ആയിക്കോട്ടെ, ഒരു സനത് കിട്ടി സനദോടുകൂടി ആരെയും ഉദ്ധരിക്കുകയാണെങ്കിൽ മുഹദ്ദീസിനെ ഉദ്ധരിക്കാൻ നമുക്ക് ഹദീസ് പണ്ഡിതന്മാർ ആരെയും പറയണം. ഹദീസിൻ്റെ പണ്ഡിതന്മാർ അവരാരെയും ഉദ്ധരിക്കണ്ടേ, എന്നാൽ ഹദീസ് എന്നല്ല പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഹദീസ് അല്ലാത്തൊരു സംഗതി ഹദീസ് എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ഏതെങ്കിലും ചില കിതാബുകൾ കണ്ടാൽ അത് ഹദീസ് എന്ന് വിശ്വസിക്കല, അതിന് ചില മാനദണ്ഡമില്ലേ? അപ്പോൾ അതുകൊണ്ട് ഹദീസ് അല്ലാത്ത സംഗതി ഹദീസ് എന്ന് പറയാൻ പാടില്ലല്ലോ. മാത്രമല്ല ഇവരെ ഷെയ്ഖ് എന്താ പറഞ്ഞത്? ഷെയ്ഖ് പറഞ്ഞത് ആ കൽബുൽ മുഅ്മിനി അർഷുള്ള എന്ന് റസൂല പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതിനെപ്പറ്റി നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്തൊരു സംഗതിയെ റസൂല പറഞ്ഞു എന്ന് പറയരുത്. അതാണ് തെറ്റ്, അതാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് വിഷയങ്ങൾ കൊട്ടിമാറ്റും. ഇതാണ് ചങ്ങായിമാരെ ഇവരുടെ ഷെയ്ഖിൻ്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഈ ഷെയ്ഖിന് പൂരത്തെറിയേ ഉണ്ടാവുള്ളൂ. ഷെയ്ഖും മുരീദന്മാരും കണക്കന്നെ. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.